രേവതി നക്ഷത്രത്തിന്റെ അധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്നതും പൂഷാവിനെ പ്രീതിപ്പെടുത്തുന്നതുമായ ചില പ്രതിവിധികൾ ചെയ്യുന്നത് ഈ മാസം നിങ്ങളുടെ നേട്ടങ്ങളെ വർദ്ധിപ്പിക്കാനും ഏതെങ്കിലും ചെറിയ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കും. ബുധൻ വിഷ്ണുവിന്റെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. ബുധന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് നല്ലതാണ്. ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ബുധന്റെ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും പച്ചക്കറികൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് ഉത്തമം. ബുധന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ്. രേവതി നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സമൃദ്ധിയുടെയും പുരോഗതിയുടെയും മാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ നേട്ടങ്ങൾ, സാമ്പത്തികമായ സ്ഥിരത, സന്തോഷകരമായ കുടുംബജീവിതം, നല്ല ആരോഗ്യം, ആത്മീയമായ വളർച്ച എന്നിവ ഈ മാസത്തെ പ്രധാന ആകർഷണങ്ങളായിരിക്കും. ലഭിക്കുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാനും വെല്ലുവിളികളെ ധീരമായി നേരിടാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആന്തരിക ശക്തിയും ദയാലുവായ സ്വഭാവവും ഈ മാസം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവരും. ശുഭാപ്തി വിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറും. എല്ലാവിധ ആശംസകളും നേരുന്നു.